പാകിസ്ഥാനെതിരെ കൂടുതൽ കടുത്ത നടപടികൾക്ക് ഇന്ത്യ ഒരുങ്ങുന്നു. പാക് വിമാനങ്ങൾക്ക് ഇന്ത്യൻ വ്യോമ മേഖലയിൽ അനുമതി നിഷേധിക്കും. പാക് കപ്പലുകൾക്കും വിലക്കേർപ്പെടുത്താനാണ് ഇപ്പോഴുള്ള നീക്കം. വിനീത ബിജു ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. വിനീത, ഓരോരോ ഘട്ടമായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പാകിസ്ഥാനെതിരായിട്ടുള്ള നടപടികൾ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നയതന്ത്ര തലത്തിൽ നടക്കുന്നുണ്ട്, സൈനിക തലത്തിലുള്ള മുന്നൊരുക്കങ്ങൾ നടക്കുന്നു. ഇപ്പോൾ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണല്ലോ ഈ പുതിയ തീരുമാനങ്ങൾ. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ജിക്ക് അങ്ങനെ തന്നെയാണ്. നേരത്തെ പാകിസ്ഥാൻ വ്യോമ മേഖലയിൽ ഇന്ത്യയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ കടന്നിരുന്നു. ആ നടപടികൾ വീണ്ടും കടുപ്പിക്കുകയാണ് ഇന്ത്യ എന്നതിന്റെ സൂചനകൾ കൂടിയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അത് പാക് കപ്പലുകൾക്കും ഒപ്പം തന്നെ പാകിസ്ഥാൻ വിമാനങ്ങൾക്കുമുള്ള അനുമതി കൂടി ഇന്ത്യ നിഷേധിക്കാൻ ഒരുങ്ങുന്നു എന്ന കാര്യമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളും ലഭ്യമാകുന്നുണ്ട്. പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യൻ മേഖലയിലേക്ക് പറക്കുന്നതിനുള്ള അനുമതി നിഷേധിക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒപ്പം തന്നെ പാക് കപ്പലുകൾക്കും ഇന്ത്യൻ തുറമുഖങ്ങളിൽ അനുമതി നിഷേധിച്ചേക്കുമെന്നും അറിയാൻ കഴിയുന്നുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു നീക്കത്തിലേക്ക് ഇന്ത്യ പോവുകയാണ് എങ്കിൽ അതവരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അടക്കം നേരിടുന്ന രാജ്യത്ത് അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് അടക്കം എത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഇതിനോടകം തന്നെ ഇന്ത്യ നടപടികൾ കടുപ്പിച്ചതിനെതിരെ വലിയ ആശങ്കയും ഒപ്പം തന്നെ അസ്വസ്ഥതയിലുമാണ് പാകിസ്ഥാൻ. പാക് മന്ത്രിമാരുടെയൊക്കെ പ്രതികരണങ്ങളും ഭീഷണിപ്പെടുത്തലുകളും ഒക്കെ അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് പാകിസ്ഥാനെതിരെ വീണ്ടും കടുത്ത നടപടികളിലേക്ക് ഇന്ത്യ നീങ്ങുന്നത്. പാക് വിമാനങ്ങൾക്കും ഒപ്പം തന്നെ പാക് കപ്പലുകൾക്കും അനുമതി നിഷേധിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യമെന്ന വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ ഉടൻ ഉണ്ടായേക്കുമെന്നും ലഭ്യമാവുന്ന വിവരത്തിലുണ്ട്. ശരി, വിനീത വിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.